പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ വസന്ത് കഷ साथ के रक्त और हमारा शरीर प्रश्नोत्तर का विश्लेषण करने जा रहे हैं। एक पाठ यदीश अग्रवाल से लिखी हुई है। प्रश्नोत्तर सुनिए। पहला प्रश्न है, रक्त के बहाव को रोकने के लिए क्या करना चाहिए? ബ്ലീഡിങ് നിൽക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? രക്തം ഒഴുകിപ്പോകുന്നത് നിൽക്കാനായിട്ട്. रक्त के बहाव को देखने के लिए उस स्थान पर कसकर साफ कपड़ा बांध देना चाहिए. രക്തത്തിൻ്റെ ഒഴുക്കിന് നിൽക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മുറിവുള്ള ഭാഗത്ത് നല്ല വൃത്തിയുള്ള തുണി വെച്ച് മുറുക്ക കെട്ടുക. क्योंकि दवा पड़ने पर रक्त का बहाव कम हो जाता है. എന്തുകൊണ്ടെന്നാൽ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ മുറുക്കി കെട്ടിവെക്കുമ്പോൾ രക്തത്തിൻ്റെ ഒഴുക്ക് കുറച്ച് കുറയും. फिर जल्दी से डॉक्टर के पास ले जाना चाहिए. उടനെ തന്നെ ഡോക്ടറെ അടുത്ത് പോവുക. अगर घाव गहरा है तो कुछ डांगे भी लगवाना चाहिए. മുറിവ് ആഴത്തിലുള്ളതാണെങ്കിൽ ആഴത്തിലുള്ള മുറിവാണെങ്കിൽ കുച്ച് ടാങ്കേ ഭി, ടാങ്ക് എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിടുക, തുന്നൽ ഇടിയിക്കണം. दूसरा प्रश्न है, खून को भानुमति का पिटारा क्यों कहा गया है? രക്തത്തെ എന്തുകൊണ്ടാണ് ഭാനുമതി ക പിട്ടാര എന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പാഠം പഠിച്ചപ്പോൾ ഭാനുമതി ക പിട്ടാര എന്ന് പറഞ്ഞാൽ ഭാന്തിക്ക് വസ്തു, ഒരു സഞ്ചിയിൽ ധാരാളം വസ്തുക്കൾ ഇട്ട് വയ്ക്കുക, പല തരത്തിലുള്ള തരഹ് ചീസേ, അങ്ങനെ അതിനെയാണ് ഭാനുമതി ക പിട്ടാര എന്ന് പറയുന്നത്. രക്തത്തെ എന്തുകൊണ്ടാണ് ഭാനുമതി ക പിട്ടാര എന്ന് പറയുന്നത്? भानुमति का पिटारा एक लोकोक्ति है जिसका अर्थ है एक पिटारे में कई तरह की वस्तुएं. ഭാനുമതി ക പിട്ടാര എന്ന് പറയുന്ന ഒരു ലോകോക്തിയാണ്, പഴഞ്ചൊല്ലാണ്. അതിൻ്റെ അർത്ഥം ഒരു പിട്ടാരയിൽ അനേകം തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാകുക. खून को भानुमति का पिटारा कहा गया है क्योंकि यदि सूक्ष्मदर्शी से खून की एक बूंद को जांचा जाए तो उसमें लाखों की संख्या में लाल रक्तकण और सफ़ेद रक्तकण मौजूद होते हैं जिनकी हम कल्पना भी नहीं कर सकते. അപ്പോൾ നമ്മൾ ഒരു സൂക്ഷ്മദർശിയിലൂടെ, മൈക്രോസ്കോപ്പിലൂടെ രക്തത്തിലെ ഒരു തുള്ളികളെ പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് ലക്ഷക്കണക്കിന് ചുവന്ന രക്തകണങ്ങളും വെളുത്ത രക്തകണങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജിൻകി ഹം കൽപ്പന ഭി നഹീ കർ സക്തേ, അതിനെ നമുക്ക് കൽപ്പിക്കാൻ കൂടി ഇത്രയധികം ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇസ്കെ അലാവ പ്ലേറ്റ്ലെറ്റ് കണു ഭി പായേ ജാത്തേ ഹെ. അത് കൂടാതെ പ്ലേറ്റ്ലെറ്റ് അഥവാ ബിംബാണു എന്ന് നമ്മൾ പാഠത്തിൽ പഠിച്ച് ബിംബാണുവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അഗല പ്രശ്ന ഹെ, എനീമിയ സെ ബച്ചനെ കെ ലിയെ ക്യാ ക്യാ കർണാ ചാഹിയെ? എനീമിയയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എനീമിയ സെ ബച്ചനെ കെ ലിയെ ഹമേ പൗഷ്ടിക് ആഹാർ കാ സേവൻ കർണാ ചാഹിയെ. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എനീമിയയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പോഷകാഹാരങ്ങൾ കഴിക്കുക, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഹമേ അപ്പനെ ഭോജ്യ പദാർത്ഥമേ ഉചിത മാത്രമേ ഹരി സബ്ജിയാം. നമ്മൾ നമ്മുടെ ആഹാര പദാർത്ഥത്തിൽ ഉചിതമായ അളവിൽ ഹരി സബ്ജിയാം, പച്ചക്കറികൾ, ഫൽ, ദൂത്, അണ്ടേ വ മാംസ് ഹോന ചാഹിയെ, മുട്ട അഥവാ മാംസം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. താക്കി ഹമാരെ ശരീർ കോ പ്രോട്ടീൻ, ലൗഹ തത്വ് और വിറ്റാമിൻ മിൽത്തേ രഹേ. അപ്പോൾ എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ പ്രോട്ടീനും അയണും വിറ്റാമിനും ഒക്കെ നമുക്ക് കിട്ടണം. ചൗഥാ പ്രശ്ന ഹേ, പേട്ട് മേ കീടേ ക്യോം ഹോ ജാത്തേ ഹേ. എങ്ങനെയാണ് വയറ്റിൽ കീടാണുക്കൾ ഉണ്ടാകുന്നത്? ഇൻസെ കൈസെ ബച്ചാ സക്താ ഹെ. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുന്നത്? ഉത്തർ സുനിയെ. पेट में कीड़े दूषित जल और खाद्य पदार्थों के द्वारा शरीर में प्रवेश करते हैं. വയറ്റിൽ കീടാണുക്കൾ ദൂഷിത ജലം, അണുവിമുക്തമല്ലാത്ത ജലം കഴിക്കുക, ശുദ്ധമല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുക, തുറന്നു വച്ചിരിക്കുന്നതും വൃത്തിഹീനമായ അവസ്ഥയിൽ ഉണ്ടാക്കിയതുമായ ഭക്ഷണങ്ങൾ കഴിക്കുക. അതിലൂടെ നമ്മുടെ ശരീരമേ പ്രവേശ് കർത്തഹേ, അതിലൂടെയൊക്കെയാണ് കീടാണുക്കൾ നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടുന്നത്. ഇൻസെ ബച്ചനെ കെ ലിയെ സഫായി സെ ബനെ ഖാദ്യ പദാർത്ഥ ഗ്രഹൺ കർണാ ചാഹിയെ. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ നല്ല വൃത്തിയായിട്ടുണ്ടാക്കിയ ഭക്ഷണം മാത്രമാണ് കഴിക്കാവുള്ളൂ.
भोजन के पहले साबुन से हाथ धोने चाहिए और साफ जल पीना चाहिए. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സോപ്പ് ഉപയോഗിച്ച് കൈ നല്ല രീതിയിൽ കഴുകുകയും അതുപോലെ ശുദ്ധമായ ജലം മാത്രം കുടിക്കുകയും ചെയ്യുക. हमें नंगे पाँव बाहर नहीं घूमना चाहिए क्योंकि ज़मीन की ऊपरी सतह पर एक प्रकार के कीड़े पाए जाते हैं. वे कीड़े त्वचा द्वारा हमारे शरीर में प्रवेश कर आंतों तक पहुंच जाते हैं और वे हमारे खाद्य पदार्थों से शरीर के उपयुक्त सारे तत्व ग्रहण कर लेते हैं. അതോടൊപ്പം തന്നെ നംഗേ പാവ് ബാഹർ നഹി ഘൂംന ചാഹിയെ. നംഗേ പാവ് എന്ന് വെച്ചാൽ ബയർ ഫുട്ട്, ചെരുപ്പില്ലാതെ നമ്മൾ വെളിയിൽ നടക്കരുത്. എന്തുകൊണ്ടെന്നാൽ സെമീൻ കി ഊപ്പരി സതഹ് പർ ഏക് പ്രകാർക്കെ കീടേ പായേ ജാത്തേ ഹെ. ഈ നമ്മുടെ ഈ മൺപുരതലത്തിൽ ഒരു തരത്തിലുള്ള കീടാണുക്കൾ ഉണ്ടാവും. ആ കീടങ്ങൾ ആ അണുക്കൾ ത്വചാക്കെ ദ്വാര ഹമാരെ ശരീരമേ പ്രവേശിക്കർ, നമ്മുടെ ത്വക്ക് മുഖേന നമ്മുടെ ശരീരത്തിനകത്ത് പ്രവേശിച്ചിട്ട് ആന്തോം തക്ക് പഹുഞ്ചാത്തേ ഹെ, അത് നമ്മുടെ കുടൽ വരെ എത്തിച്ചേരും. और वे हमारे खाद्य पदार्थों से हमारे शरीर के उपयुक्त सारे तत्व ग्रहण कर लेते हैं. അവ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന്, നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ തത്വങ്ങളും, എല്ലാ പ്രോട്ടീനും വിറ്റാമിനും എല്ലാം അവർ വലിച്ചെടുക്കുന്നു. ഇസ്ലിയെ നംഗേ പാവ് ബാഹർ നഹി ഘൂംന ചാഹിയെ. അതുകൊണ്ട് നമ്മൾ ചെരുപ്പില്ലാതെ വെളിയിൽ നടക്കാൻ പാടില്ല. രക്ത കെ സഫേദ് കണോം കോ വീർ സിപാഹി ക്യോം കഹാ ഗയാ ഹെ. രക്തത്തിലെ വെളുത്ത രക്താണുക്കളെ വീർ സിപാഹി എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? രക്ത കെ സഫേദ് കണോം കോ വീർ സിപാഹി കഹാ ഗയാ ഹെ ക്യോങ്കി ലോഗോं के कीटाणुओं को शरीर में घुसने नहीं देते. രക്തത്തിലെ വെളുത്ത കണങ്ങളെ വീരസിപാഹി എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ അവ രോഗങ്ങളുണ്ടാക്കുന്ന കീടാണുക്കളോട് ശരീരത്തെ പ്രവേശിക്കാൻ അനുവദിക്കില്ല. ഉൻസെ ഡട്കർ മുഖാബല കർത്തേ ഹെ. അവരോട് യുദ്ധം ചെയ്ത് എതിർത്ത് നിൽക്കുന്നു. യേ ഹമേം ബഹുത്ത് സെ രോഗോം സെ ഹമാരി രക്ഷ കർത്തേ ഹെ. അവ നമ്മളെ പലതരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. ബ്ലഡ് ബാങ്ക് മേ രക്തദാൻ കർണേ സെ ക്യാ ലാഭ് ഹെ. ബ്ലഡ് ബാങ്കിൽ രക്തദാനം ചെയ്താൽ എന്ത് ലാഭമാണുള്ളത്? ബ്ലഡ് ബാങ്ക് മേ ദാൻ കിയേ ഗയേ രക്ത കോ സുരക്ഷിത് രൂപ് സെ രഖാ ജാതാ ഹെ. ബ്ലഡ് ബാങ്കിൽ നമ്മൾ ദാനം ചെയ്ത രക്തം അവിടെ സുരക്ഷിതമായ രൂപത്തിൽ വയ്ക്കുന്നു. കിസി വ്യക്തി കോ രക്ത की आवश्यकता पड़ने पर उसके लिए किसी भी रक्त समूह का रक्त वहाँ से लिया जा सकता है. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് രക്തകണങ്ങളുടെ ആവശ്യം വരികയാണെങ്കിൽ ബ്ലഡ് ബാങ്കിൽ നിന്ന് രക്തം എടുക്കാനായിട്ട് സാധിക്കും. किसी भी व्यक्ति को रक्त की आवश्यकता पड़ने पर उसके लिए किसी भी रक्त समूह का रक्त वहाँ से लिया जा सकता है. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ബ്ലഡിൻ്റെ ആവശ്യം വരുവാണെങ്കിൽ അവർക്ക് ഏത് ഗ്രൂപ്പാണ് വേണ്ടത് ആ ഗ്രൂപ്പിൽപ്പെട്ട രക്തം അവിടെ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. ഇസ്സെ മരീചിക്ക് ജാൻ ബജാ സക്തി ഹെ. അങ്ങനെ രോഗിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് കഴിയും. सांस लेने पर शुद्ध वायु से जो ऑक्सीजन प्राप्त होती है उससे शरीर के हर हिस्से में खून पहुंच जाता है. നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ വായുവിൽ നിന്നുള്ള ഓക്സിജൻ സ്വീകരിക്കുന്നു. അതിനെ ശരീരഭാഗങ്ങളിൽ എത്തിക്കുന്നത് ആരാണ്? ഉത്തർ ലാൽ കൺ, ചുവന്ന രക്താണുക്കളാണ്. രക്തമേ ഹീമോഗ്ലോബിൻ के लिए किस खनिज की आवश्यकता पड़ती है. രക്തത്തിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാനായിട്ട് ഏത് ഖനിജ് ആണ് ആവശ്യമായിട്ടുള്ളത്? ലോഹ, അയൺ. ബിംബാണു അഥവാ പ്ലേറ്റ്ലെറ്റ് की कमी किस बीमारी में पाई जाती है. അതായത് ശരീരത്തിൽ ബിംബാണു അഥവാ പ്ലേറ്റ്ലെറ്റിൻ്റെ കുറവ് വന്നാൽ ഏത് രോഗമാണ് നമുക്കുണ്ടാകുന്നത്? ഉത്തർ ഹെ ഡെങ്കു. अगले भाषा की बात. 4 महीने होते होते ये नष्ट हो जाते हैं. होते होते के प्रयोग बताया गया है कि 4 महीने से पूर्व ये नष्ट हो जाते हैं. इस प्रकार के 5 उदाहरण लिखिए. അതായത് ഹോത്തെ എന്ന് പറഞ്ഞാൽ 4 മാസമാകുമ്പോഴേക്കും, അതായത് 4 മാസത്തിനുള്ളിൽ തന്നെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഉദാഹരണം देखिए. ബൻത്തെ ബൻത്തെ घर के खर्च के बारे में घर वालों से चर्चा किया लेकिन बात ബൻത്തെ ബൻത്തെ बिगड़ गई. ഞാൻ വീട്ടിലെ ചെലവിനെക്കുറിച്ച് വീട്ടുകാരോട് സംസാരിച്ചു, ചർച്ച ചെയ്തു, പക്ഷേ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വഷളായി. പഹുഞ്ചിത്തെ वह पहुँचते न जाने क्यों रास्ते में रुक गए.
ഞാനവിടെ എത്താറായപ്പോഴത്തേനും അയ്യോ വഴിക്ക് നിന്നുപോയി. കർത്തേ കർത്തേ हम सुबह से लेकर काम करते करते थक गई. അമ്മ രാവിലെ മുതൽ ജോലി ചെയ്ത് ചെയ്ത് थक गई, ക്ഷീണിച്ചു പോയി. കിനാരെ കിനാരെ സടക്ക് കെ കിനാരെ കിനാരെ പൗധേ ലഗായേ ഗയേ ഹേ. ഇവിടെ കിനാരെ എന്ന് പറഞ്ഞാൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എന്നർത്ഥം. കഹീം കഹീം इसका मतलब है ഹിറാൻ തേർ, അവിടെ ഇവിടെ. ബഗീച്ചമേ കഹീം കഹീം ഫൂൽ ഖിലേ ഹേ, തോട്ടത്തിൽ അവിടെ ഇവിടെയൊക്കെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. ടീക് ടീക് എന്ന് വെച്ചാൽ കൃത്യമായി. അധ്യാപികാനെ ഛാത്രോം സെ കഹ, ഗൃഹകാര്യ ടീക് ടീക് കർക്കെ ആന. അധ്യാപിക കുട്ടികളോട് പറഞ്ഞ് ഹോംവർക്ക് കൃത്യമായി ചെയ്തിട്ട് വരിക. ഘർ ഘർ ആജ്കൽ ഗാവോ മേ ബി ഘർ മേ ബിജ്ലി ഹേ. ഈ കാലഘട്ടത്തിൽ ഗ്രാമങ്ങളിൽ പോലും ഘർ എന്ന് വെച്ചാൽ ഓരോ വീടുകളിലും, ഘർ മേ ബിജ്ലി ഹേ, ഓരോ വീട്ടിലും വൈദ്യുതിയുണ്ട്. ഗ്രാമങ്ങളിൽ പോലും എല്ലാ വീട്ടിലും കറണ്ടുണ്ട്. अन्य परीक्षोपयोगी महत्वपूर्ण प्रश्नोत्तर. रक्त और हमारा शरीर पाठ का उद्देश्य क्या है? रक्त और हमारा शरीर എന്ന പാഠത്തിൻ്റെ ഉദ്ദേശം എന്താണ്? रक्त और हमारा शरीर पाठ का उद्देश्य है कि हम जान पाए कि हमारे शरीर के लिए रक्त का अत्यधिक महत्व है. ഈ പാഠത്തിൻ്റെ ഉദ്ദേശം ഇതാണ്, നമ്മൾ അറിയണം നമ്മുടെ ശരീരത്തിലെ രക്തം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന്. एक स्वस्थ मनुष्य के शरीर में लगभग 5 लीटर खून की मात्रा होती है. ഒരാരോഗ്യവാനായ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം 5 ലിറ്ററാണ്. ഇസ്കി കമി സെ എനീമിയ ഹോ ജാത്തി ഹേ, ഇതിൻ്റെ കുറവുണ്ടായാൽ എനീമിയ എന്ന രോഗം വരും. रक्त केवल लाल रंग का तरल पदार्थ ही नहीं होता, बल्कि उसमें लाल कण, सफ़ेद कण और प्लेटलेट कण है. രക്തം എന്ന് പറയുന്നത് കേവലം ചുവന്ന നിറത്തിലുള്ള ഒരു ദ്രവപദാർത്ഥം മാത്രമല്ല, മറിച്ച് അതിനകത്ത് ചുവന്ന കണങ്ങളും വെളുത്ത രക്തകണങ്ങളും പ്ലേറ്റ്ലെറ്റ് കണങ്ങളും ഉണ്ട്. ये तीनों प्रकार के कण शरीर के स्वास्थ्य हेतु अलग अलग कार्य करते हैं. ഈ 3 തരം കണങ്ങളും ശരീരത്തെ ആരോഗ്യവാനിരിക്കുക വേണ്ടിയിട്ടുള്ള പ്രത്യേകം കാര്യങ്ങൾ, ഓരോരോ കാര്യങ്ങളാണ് ചെയ്യുന്നത്. इसके अलावा हमें यह भी याद कराते हैं कि नंगे पाँव बाहर घूमने से धरती के कीड़े हमारे त्वचा के रास्ते से शरीर में चले जाते हैं और कई रोगों का कारण बन जाता है. ഇത് കൂടാതെ നമ്മൾ ഇതുകൂടി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ നങ്കേ പാവ് ബാഹർ ഘൂംനെ സേ, നമ്മൾ ചെരുപ്പില്ലാതെ വെളിയിൽ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ത്വചാക്കെ രാസ്തേസെ, സ്കിന്നിലൂടെ ശരീരത്തിനകത്ത് രോഗാണുക്കൾ പ്രവേശിക്കുകയും പലതരത്തിലുള്ള രോഗങ്ങൾ വരാൻ കാരണമാകുകയും ചെയ്യും. യദി കിസി വ്യക്തി കോ बीमारी में या किसी दुर्घटना के बाद रक्त की आवश्यकता पड़ जाए तो मनुष्य की मदद कर सकता है. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് രോഗം കാരണം കൊണ്ടോ അഥവാ ഏതെങ്കിലും ആക്സിഡൻറ്റിന് ശേഷമോ രക്തത്തിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ മനുഷ്യന് മാത്രമാണ് മനുഷ്യനെ സഹായിക്കാൻ പറ്റുകയുള്ളൂ. മറ്റു മൃഗങ്ങളുടെ രക്തമൊന്നും മനുഷ്യനിൽ കയറ്റാൻ പറ്റില്ല, സഹായകമാവില്ല. അതുകൂടെ മനസ്സിലാക്കുക. इसके लिए हमें ब्लड बैंकों में 18 वर्ष की आयु से लेकर സമയാനുസാർ രക്തദാൻ करना चाहिए. അതിനുവേണ്ടി നമ്മൾ 18 വയസ്സ് കഴിഞ്ഞ ഓരോ വ്യക്തിയും ബ്ലഡ് ബാങ്കിൽ സമയം അനുസരിച്ച്, അതായത് ഒരു ഇത്ര കാലാവധിക്കുള്ളിൽ നമുക്ക് രക്തം ദാനം ചെയ്യാൻ കഴിയും. ആ സമയാനുസൃതമായിട്ട് രക്തം ദാനം ചെയ്യണമെന്ന സന്ദേശവും നമുക്കിതിൽ നിന്ന് തരുന്നു. അഗല പ്രശ്ന ഹേ ഹമേ രക്തദാൻ ക്യോം കർണ ചാഹിയെ, നമ്മൾ എന്തിനാണ് രക്തദാനം ചെയ്യുന്നത്? രക്തദാൻ കേവൽ മനുഷ്യ ഹി കർ സക്താ ഹേ. രക്തം ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ആപാത സ്ഥിതി മേ ഏകദം കിസി കോ രക്ത കി ആവശ്യകത പട് ജായേ തോ, ആപാത സ്ഥിതി എന്ന് വെച്ചാൽ അത്യാസന്ന നിലയിൽ, ഒരു പെട്ടെന്നുള്ള അപകടസ്ഥിതിയിൽ പെട്ടെന്ന് തന്നെ ഒരു വ്യക്തിക്ക് രക്തത്തിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ ബ്ലഡ് ബാങ്ക് സെ രക്ത ലിയാ ജാ സക്താ ഹേ, അങ്ങനെ ആവശ്യം വരുമ്പോൾ ബ്ലഡ് ബാങ്കിൽ നിന്ന് നമുക്ക് രക്തം എടുക്കാനായിട്ട് കഴിയും. ബ്ലഡ് ബാങ്ക് മേ രക്ത കി കമി ന ഹോ, ബ്ലഡ് ബാങ്കിൽ രക്തത്തിൻ്റെ കുറവുണ്ടാവരുത്, സ്റ്റോക്കിന് കുറവുണ്ടാവരുത്. ഇസ്ലിയെ ഹമേ രക്തദാൻ കർണ ചാഹിയ, അതുകൊണ്ട് നമ്മൾ രക്തദാനം ചെയ്യണം. രക്തദാൻ ദ്വാര കിസി കാ ജീവൻ ബച്ചാ സക്തേ ഹേ, രക്തദാനം മുഖേന നമുക്ക് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ രക്തദാനം ചെയ്യണം.
रक्तदान की आवश्यकता पर एक पोस्टर तैयार करना। यह कार्य आप स्वयं ही करना है।